ഹായ് ഓൾ, വെൽക്കം ടു ജയലേൺ. എൻ്റെ പേര് സ്വാതി. അപ്പൊ എല്ലാവരും രണ്ടാമത്തെ ടെസ്റ്റ് സീരീസ് എഴുതിയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ആദ്യത്തെ ടെസ്റ്റ് സീരീസും രണ്ടാമത്തെ ടെസ്റ്റ് സീരീസും കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ചെറിയൊരു കോൺഫിഡൻസ് ഒക്കെ വന്നു തുടങ്ങിയോ? ഇല്ലെങ്കിൽ ഇതാ ഇനിയും ഉണ്ട് നമുക്ക് ടെസ്റ്റ് സീരീസുകൾ, അതെല്ലാം മുടങ്ങാതെ കാണുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ടെസ്റ്റ് എഴുതുന്ന പോലെ തന്നെ അത് കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, ഇത്ര സമയം വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എക്സാം ഹാളിൽ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ടെസ്റ്റ് സീരീസിന്റെ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കിയാലോ. ദാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതായിരുന്നു. വലുപ്പം അനുസരിച്ച് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം താഴെ പറയുന്നവയിൽ ഏതാണ്? ഏതാണ്? വ്യാഴം, ശനി, നെപ്റ്റ്യൂൺ, യുറാനസ്. ഇതിലേതാണ് വലുപ്പം അനുസരിച്ച് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം? ഏതാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഏതാണ്? വ്യാഴമാണ് ആൻസർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട്? 8 ഗ്രഹങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ, ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇനി സൗരയൂഥത്തിന്റെ കേന്ദ്രമാണ് സൂര്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഗ്രഹങ്ങളെ, ഇത്രയും ഗ്രഹങ്ങളിലെ 8 ഗ്രഹമുണ്ട്. ഈ 8 ഗ്രഹങ്ങളെ 2 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. ആന്തരിക ഗ്രഹങ്ങളും ബാഹ്യഗ്രഹങ്ങൾ. അപ്പൊ 2 രീതിയിലാണ് തരംതിരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ആന്തരിക ഗ്രഹങ്ങളും അതേപോലെ തന്നെ ബാഹ്യഗ്രഹങ്ങൾ. ഏതാണ് ആന്തരിക ഗ്രഹങ്ങൾ? ഏതാണ് ബാഹ്യഗ്രഹങ്ങൾ? നോക്കൂ, സൂര്യനിൽ നിന്നുള്ള അകലം അനുസരിച്ച് ആദ്യത്തെ 4 ഗ്രഹങ്ങളെയാണ് എന്ത് പറയുന്നത്? ആന്തരിക ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അകലെയായിട്ട് സ്ഥിതി ചെയ്യുന്ന 4 എണ്ണം, അതാണ് എന്ത്? ബാഹ്യഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ 8 ഗ്രഹങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ 4 ഗ്രഹങ്ങളെയാണ് ആന്തരിക ഗ്രഹങ്ങൾ എന്നും ബാക്കിയുള്ള 4 എണ്ണത്തിനെയാണ് ബാഹ്യഗ്രഹങ്ങൾ എന്നും പറയുന്നത്. ഓക്കെ, പിടികിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ അറ്റോമിക് നമ്പർ 20 ഒരു മൂലകത്തിന്റെ എം ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളാണ് ഉള്ളത്? എത്രയാണ് ആൻസർ വരുന്നത്? ആൻസർ ബി ആണ് വരുന്നത്. 8 ഇലക്ട്രോൺ. നമുക്കറിയാലോ, കെ, എൽ, എം, എൻ ഇങ്ങനെ ഷെല്ലുകൾ ഉണ്ട്. അതിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് എഴുതുമ്പോൾ എങ്ങനെയാണ്? 2, 1s2, 2s2, 2p, 6, 3s2, 3p6 അല്ലെ, 4s2 ഇങ്ങനെയാണ് പോവുക. ഓക്കെ, അപ്പൊ ഇതെന്താണ്? 2, 4, 6, 4, 10, 12, 18, 20. കറക്റ്റ് അല്ലേ? എത്രയാ പറഞ്ഞിട്ടില്ലേ? 20 ആണ് അറ്റോമിക് നമ്പർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എഴുതിയത് കറക്റ്റ് ആണ്. ഇനി ഇതെങ്ങനെയാണ് വരിക? ഇതില് കെ, എൽ, എം, എൻ എന്നാണ്. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് എഴുതുമ്പോൾ 2, 8, 8, 2. കണ്ടോ? ഇത് ഫില്ല് ചെയ്തിട്ടാണ് അടുത്തയിലേക്ക് പോവുക. 8, 8 വെച്ച് ഫില്ല് ചെയ്തിട്ടാണ് അടുത്തയിലേക്ക് പോവുക. അപ്പൊ ദേ 2, ഇത് രണ്ടും കൂടി കൂട്ടുമ്പോ 8, ദെൻ ഇത് 2 ആവുമ്പോ 8, ദെൻ 2. അങ്ങനെയാണെങ്കിൽ എം ഷെല്ലിൽ എത്രയാണ് വരുന്നത്? എം ഷെല്ലില് 8 ആണ് വരുന്നത്. അപ്പൊ ആൻസർ എത്രയാണ്? 8 ആണ് നമ്പർ വരുന്നത്. സി ആണ്, കാൽഷ്യത്തിന്റെ ആണ് 20 അറ്റോമിക് നമ്പർ കേട്ടോ. ഓക്കെ, അങ്ങനെ ഓരോന്നിന്റെ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് പെട്ടെന്ന് എഴുതാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും ശക്തമായിട്ടുള്ള ബേസ് എന്ന് പറയുന്നത്? അപ്പൊ പി എച്ച് സ്കെയിൽ നമുക്ക് അറിയുന്നതാണോ? ഇതിൽ ശക്തമായ ബേസ് വരുന്നത് PH 13 ആണ്. ഇനി പി എച്ച് സ്കെയിൽ എങ്ങനെയാണ്? നമുക്ക് ഇതൊരു പി എച്ച് സ്കെയിലാണ്. ഇതില് നമുക്ക് അറിയാം, സാധാരണ 7 എന്ന് പറയുന്ന നമ്പർ ന്യൂട്രൽ ആണ്. ഓക്കെ, 7ന്റെ താഴേക്ക് അസിഡിക് ക്യാരക്ടർ ആണ്. ആൻഡ് 7ന്റെ മുകളിലേക്ക് ഏതാണ്? ബേസിക് ക്യാരക്ടർ ആണ് ഉള്ളത്, ആൽക്കലൈൻ ക്യാരക്ടർ ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷനിൽ നോക്കൂ, ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള ബേസ് എന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 7ൽ നിന്ന് കൂടുന്തോറും ബേസിക് ക്യാരക്ടർ ആണ്. ഇവിടെ 11.5, 8.5, 7.5, 13 ഇതെല്ലാം 7നേക്കാളും ഏതാണ് അല്ലെ? പക്ഷെ ശക്തമായ ബേസ് എന്ന് ചോദിക്കുമ്പോൾ ഏതാണ്? ഏറ്റവും വലിയ നമ്പർ അല്ലേ? അപ്പൊ ഇതിൽ ശക്തമായ ബേസ് ആണ്. അകലും തോറും 7, 8, 9, 10, 11, 12, 13, 14, 15 ഇങ്ങനെ പോകുന്തോറും ബേസിക് ക്യാരക്ടർ കൂടിക്കൊണ്ടിരിക്കും. സോ ഇവിടെ ഏതാണ് ശക്തമായിട്ടുള്ള ബേസ് എന്ന് പറയുന്നത്? PH 13 ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത്, ലോഹങ്ങളുടെ ഏത് സ്വഭാവമാണ് മണികൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്? ഏത് സ്വഭാവമാണ് മണികൾ നിർമ്മിക്കാനായിട്ട്? ബെല്ല് നിർമ്മിക്കാനായിട്ട് സൊണോറിറ്റി ആണ്. നോക്കൂ, ലോഹത്തിന്റെ പ്രതലത്തിൽ ഒരു കടുപ്പമുള്ള വസ്തു കൊണ്ട് അടിക്കുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവാണ് എന്ത് പറയുന്നത്? സൊണോറിറ്റി എന്ന് പറയുന്നത്. എന്താണ്? ലോഹ പ്രതലത്തില് നമ്മൾ ഒരു കടുപ്പമുള്ള ഏതെങ്കിലും കട്ടിയുള്ള ഒരു വസ്തു വെച്ച് അടിക്കുന്ന സമയത്ത് ആ ലോഹങ്ങൾക്ക് ശബ്ദം പുറപ്പെടുവിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? സൊണോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മണിയില്ലേ, ബെല്ല്, അതിങ്ങനെ അടിക്കുമ്പോൾ എന്താണ്? സൗണ്ട് അല്ലേ കേൾക്കുന്നത്?
അല്ലെ? അപ്പൊ ഏത് ക്യാരക്ടറാണ് വരുന്നത്? അത് സൊണോറിക് ക്യാരക്ടറാണ് വരുന്നത്. ഓക്കെ, ഇനി വൈദ്യുതിയെ സംവഹിക്കാനുള്ള പദാർത്ഥങ്ങളുടെ കഴിവിനെയാണ് ചാലകത, വൈദ്യുത ചാലകത എന്ന് പറയുന്നത്. നമുക്കപ്പോ ഇവിടെ ചാലകത തന്നിട്ടുണ്ട് ഓപ്ഷൻ ട്ടോ. അപ്പൊ എന്താണ് വൈദ്യുത ചാലകത? വൈദ്യുതിയെ സംവഹിക്കാനുള്ള ഒരു പദാർത്ഥത്തിന്റെ കഴിവാണ് വൈദ്യുത ചാലകത. ഓക്കെ, അടുത്തത് പൊട്ടാതെ കമ്പിയിൽ വലിച്ചു നീട്ടാനുള്ള കഴിവ്, ഒരു പദാർത്ഥത്തിന്റെ വലിച്ചു നീട്ടാനുള്ള കഴിവ്, അതിനെയാണ് എന്ത് പറയുന്നത്? ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നേർത്ത ഷീറ്റിലേക്ക് മാറ്റാനുള്ള കഴിവിനെയാണ് എന്ത് പറയുന്നത്? മാലിയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ വലിച്ചു നീട്ടാനുള്ള കഴിവ്, മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ അടിച്ചു പരത്താനുള്ള കഴിവ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് വസ്തുതയല്ലാത്തത്, അതായത് 100% കറക്റ്റ് അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ജൂൾ ഊർജത്തിന്റെ യൂണിറ്റ് ആണ്, ശരിയല്ലേ? അതെ. ലോഹങ്ങളുടെ ഓക്സൈഡുകൾ അടിസ്ഥാന ഓക്സൈഡുകളാണ്, അത് തെറ്റാണ് കേട്ടോ. അപ്പൊ ഇതിലെ ആൻസർ വരുന്നത് ഇതാണ്. അലുമിനിയം ഒരു ലോഹമാണ്, ശരിയാണ്. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ചെയ്ത ഒരു കണികയാണ്. നമുക്കറിയാം ലോഹത്തിന്റെ എല്ലാ ഓക്സൈഡും ചിലത് ആംഫോട്ടറിക് ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ട്. അപ്പൊ എല്ലാം ലോഹത്തിന്റെ ഓക്സൈഡുകളെല്ലാം അടിസ്ഥാന ഓക്സൈഡുകളാണ് എന്ന് പറയുന്നതിൽ ഒരു 100% കറക്റ്റ് ഇല്ലായ്മയുണ്ട്. അതെന്താണ്? ആംഫോട്ടറിക് ഓക്സൈഡ്സും കൂടി ആണ്. ഓക്കെ, അപ്പൊ ആംഫോട്ടറിക് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഫോട്ടറിക് ഓക്സൈഡുകൾക്ക് അമ്ല ഗുണങ്ങളും അടിസ്ഥാന ഗുണങ്ങളും ഒരേപോലെ പ്രകടമാണ്. അതായത് രണ്ടും ആസിഡിക് ക്യാരക്ടറും ബേസിക് ക്യാരക്ടറും ഒരേപോലെ പ്രകടമാണ്. ഒരു ആസിഡുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ അവ ഉപ്പും വെള്ളവും ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് അടിസ്ഥാന ഗുണങ്ങൾ കാണിക്കുന്നു. ഓക്കെ, അപ്പൊ 100% കറക്റ്റ് അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പൊ എന്താണ്? ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം മിക്സ് ചെയ്തിട്ടും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് വൈസ് വരുന്ന സമയത്ത്. ഇനി പെഡോളജി എന്നത് എന്തിന്റെ ശാസ്ത്രീയ പഠനമാണ്? മണ്ണ് ബേസ് ചെയ്തിട്ടുള്ള പഠനമാണ് പെഡോളജി എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യവും, അതായത് കഴിഞ്ഞ ടെസ്റ്റ് സീരീസിൽ നമ്മൾ പറഞ്ഞു മണ്ണിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ, മണ്ണ് വർഷമായിട്ട് ആചരിക്കുന്നത് ഏതാണ് എന്ന്, അല്ലെ? 2015 ആയിരുന്നു ആൻസർ. അതേപോലെ തന്നെ മണ്ണ് ദിനമുണ്ട് December 15. ഓക്കെ, അപ്പൊ ഇതൊന്നും മറക്കരുത്. ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ, SCERT ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി റൈച്ചൽ കഴ്സൺ എഴുതിയ സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതി കാരണം അമേരിക്കയിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള കീടനാശിനി ഏതാണ്? അതായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. BHC, മലാഥിയാൻ, DDT, എൻഡോസൾഫാൻ. ഇതിലേതാണ്? ഇതില് DDT ആണ്. ഇത് നമുക്ക് SCERT വളരെ കൃത്യമായിട്ട് ഈ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട് ടേബിളിൽ. നോക്കൂ, ഇവിടെ 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായത് ഈ പുസ്തകമാണ്. ഏത് പുസ്തകമാണ്? ദാ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം, അല്ലെങ്കിൽ നിശബ്ദ വസന്തം എന്നും ആ ബുക്കിന് അറിയപ്പെടും. ഓക്കെ, അപ്പൊ ഇത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇതിൽ നിന്ന് ഇനിയും ക്വസ്റ്റ്യൻസ് വന്നാലോ? ഓക്കെ, DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് ആരാ എഴുതിയ? റേച്ചൽ കഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക 1962 എന്ത് ഈ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന പുസ്തകം ലോകശ്രദ്ധ നേടിയത്. ഓക്കെ, ഇൻസെക്ട് ബോംബ് എന്ന ഓമന പേരിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി കലർത്തി DDT കൃഷിയിടങ്ങളിൽ വ്യാപകമായി സ്പ്രേ ചെയ്തതിലൂടെ ചെറുജന്തുക്കളോടൊപ്പം പക്ഷികളും കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്ന കാര്യം കഴ്സൺ നിശബ്ദ വസന്തത്തിൽ ചൂണ്ടിക്കാണിച്ചു. ഓക്കെ, ഇനി മിക്ക കീടനാശിനികളും ക്യാൻസറിന് വഴിവെക്കുമെന്ന പഠന റിപ്പോർട്ടുകളുടെ പിൻബലത്തിൽ അവർ സമർത്ഥിച്ചു. 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായത് ഈ ഒരു പുസ്തകമാണ്. മാരക കീടനാശിനികൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ഏറെ പ്രസക്തമാണ്. അപ്പോൾ ആളുടെ പേര്, അതേപോലെ തന്നെ ഏത് പ്രോഡക്റ്റ് ആണ് നിരോധിക്കപ്പെട്ടത്, എവിടെയാണ് നിരോധിക്കപ്പെട്ടത്, ഏത് ഇയർ ആണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കോശവളർച്ചയെയും കോശവിഭജനത്തെയും നിയന്ത്രിക്കുന്ന ഒരു സസ്യ ഹോർമോൺ ഏതാണ്? ഓക്സിൻ, എഥിലിൻ, സൈറ്റോകിനിൻ, ഗിബറെലിൻ. ഏതാണ്? സൈറ്റോകിനിൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. സസ്യങ്ങളിൽ കോശവളർച്ചയും കോശവിഭജനവും ത്വരിതപ്പെടുത്തുന്നതിന് പ്രധാനമായും ഉത്തരവാദികളായ സസ്യ ഹോർമോണുകളാണ് സൈറ്റോകിനുകൾ. വേരുകളിലും വികസിച്ചു കൊണ്ടിരിക്കുന്ന വിത്തുകളിലും അവ സമന്വയിപ്പിക്കപ്പെടുകയും വിവിധ വികസന പ്രക്രിയകളിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്തിനൊക്കെയാണ് കോശവളർച്ചയും കോശവിഭജനവും ത്വരിതപ്പെടുത്തുന്നതിൽ ഏത് ഹോർമോൺ ആണ് മെയിൻ? സൈറ്റോകിനിൻ ആണ്. ഓക്കെ, ഇനി നോക്കൂ ഗിബറെലിൻസ്. എന്തൊക്കെയാണ് ഗിബറെലിൻസിന്റെ?
ചിനപ്പ് പൊട്ടൽ നീളൽ, വിത്തുമുളയ്ക്കൽ, കായകളുടെയും പൂക്കളുടെയും പക്വത ഇവയെ ഉത്തേജിപ്പിക്കുന്നത് ഏതാണ്? ഗിബറലിൻ ആണ്. ഓക്കെ, ഇനി അബ്സിസിക് ആസിഡ്, ഇലകൾ കൊഴിഞ്ഞു പോകുന്നതിന് കാരണമാകുന്ന ആസിഡ് ഏതാണ്? അത് അബ്സിസിക് ആസിഡ് ആണ് കേട്ടോ. ABA, ഇലകൾ കൊഴിഞ്ഞു പോകുന്നതിന് കാരണമാവുന്ന ആസിഡാണ് ABA എന്ന് പറയുന്ന അബ്സിസിക് ആസിഡ്. തണ്ട് നീളം കൂടുന്നത് തടയുന്നു. ഓക്കെ, അടുത്തത് എഥിലിൻ, ഇതും ഒരു ഹോർമോൺ ആണ്. വാർദ്ധക്യ ഹോർമോൺ അല്ലെങ്കിൽ ഇല അഴുകൽ ഇതിനൊക്കെ കാരണമാവുന്നത്, ഫലം പാകമാകൽ, ഇതിനൊക്കെ ഏതാണ്? എഥിലിൻ എന്ന് പറയുന്ന ഹോർമോൺ വേണം. അപ്പൊ എഥിലിൻ അറിയപ്പെടുന്ന വേറൊരു പേരാണ് വാർദ്ധക്യ ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഓക്സിൻ ആണെങ്കിലോ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നു. ഓക്സിൻ അറിയപ്പെടുന്നത് എന്താണ്? അപ്പോൾ യുവത്വ ഹോർമോൺ. ഓക്കെ, നോക്കൂ, പ്രധാന വളർച്ചാ നിയന്ത്രണ ഘടകവും ഉയർന്ന അളവിലുള്ള ഓക്സിനുകളുള്ള കലകൾ ഇളയ കലകളായി പെരുമാറാൻ പ്രവണത കാണിക്കുകയും ചെയ്യുന്നു. അപ്പോ ആ വളർച്ചയെ, അതല്ലേ നോക്കൂ, പ്രധാന വളർച്ചയെ നിയന്ത്രിക്കുന്നത് ഏതാണ്? ഈ ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ വരുന്ന ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കുക. അതിന്റെ അടിയിൽ വരുന്ന ബാക്കി കാര്യങ്ങളും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാംസുകളിലെല്ലാം എളുപ്പമായിരിക്കും. അതിന് കേട്ടിട്ടായിക്കോട്ടെ, PSC ആയിക്കോട്ടെ, എന്തിനാണെങ്കിലും ഇതെല്ലാം നമുക്ക് എന്താണ് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അകലം ആദ്യം ഉണ്ടായിരുന്ന അകലത്തിന്റെ 6 മടങ്ങായി വർദ്ധിപ്പിച്ചാൽ അവയ്ക്കിടയിലുള്ള ഗുരുത്വാകർഷണ ബലം ആദ്യം ഉണ്ടായിരുന്നതിന്റെ ഡാഷ് മടങ്ങായി തീരുന്നു. ആൻസർ എന്താ വരുന്നത്? ആൻസർ 1/6 ആ വരുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? ആദ്യം ഗുരുത്വാകർഷണ ബലം കാണാനുള്ള ഇക്വേഷൻ അറിയാലോ. ക്യാപിറ്റൽ M സ്മോൾ m മാസുള്ള രണ്ട് വസ്തുക്കളുടെ അകലം 6 ആണെങ്കിൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം കാണാൻ എന്താ ചെയ്യാം? F is equal to G/m/r² ആണ് ഇക്വേഷൻ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആദ്യത്തെ അകലത്തിന്റെ 6 മടങ്ങായിട്ട് വർദ്ധിപ്പിച്ചാൽ, 6 മടങ്ങായിട്ട് വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ r² പകരം എന്ത് വരും? G/m/6r² എന്ന് വരും അല്ലെ? അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താ വരുന്നത്? F is equal to G/m/, ഇതേതാണ്? F ഫൈനൽ ഇടാം കേട്ടോ. ഈ F ഞാൻ വെറുതെ കൊടുത്തതാണ്, അതായത് ലാസ്റ്റത്തെ അറിയാനായിട്ട്. ഓക്കെ, FN എന്നിടാം. FN ലാസ്റ്റത്തെ കേട്ടോ. എന്താണ് ഈ 6r² എന്നല്ലേ വന്നേ? അപ്പൊ 6 എന്നുള്ളത് എന്താണ്? 36r² എന്ന് വരും. നോക്കൂ, 1/36 G/m/r² എന്നല്ലേ വരിക? 1/36 G/m/r². അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 1/36 into F അല്ലേ? അപ്പൊ എന്താണ് ആൻസർ? എത്ര മടങ്ങായി? 1/36 മടങ്ങായി. അതായത് നമ്മൾ ഇക്വേഷനിൽ എന്ത് കൊടുത്തു? ഇവിടെ ആദ്യത്തെ അകലത്തിന്റെ 6 മടങ്ങായിട്ട് വർദ്ധിപ്പിച്ചാലെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇക്വേഷനിൽ 6r² കൊടുത്തു. ഈ 6 എന്ന് പറയുമ്പോൾ 36, ഈ ഇവിടെ r² എന്ന് പറയുമ്പോൾ 36r². സോ നമുക്ക് എന്ത് വരും? 1/36 F ആദ്യത്തെ ആ ഫോഴ്സ്. സോ എത്ര മടങ്ങായിട്ട് വർദ്ധിപ്പിച്ചു? 1/36 മടങ്ങായിട്ട് വർദ്ധിപ്പിച്ചു. ഓക്കെ, ഇതാ അപ്പൊ ആൻസർ എന്താ വരുന്നത്? ഇവിടെ 1/6 അല്ല കേട്ടോ, എന്താണ്? 1/36 ആണ്. ഓക്കെ, താഴെ പറയുന്നവയിൽ ഏതാണ് വൈറസ് രോഗം? ലെപ്റ്റോസ്പൈറോസിസ്, നിപ്പ, ക്ഷയം, ഡിഫ്തീരിയ. ഇതിലേതാണ്? ഇതില് നിപ്പയാണ് വൈറസ് രോഗം, ബാക്കിയെല്ലാം ബാക്ടീരിയാസ് ആണ്. സോ നോക്കൂ, ബാക്ടീരിയ രോഗങ്ങൾ നമ്മൾ ഓൾറെഡി ടെസ്റ്റ് സീരീസ് 1 പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് ഇവിടെ വീണ്ടും ആ ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട്, വേറൊരു ക്വസ്റ്റ്യൻ ഇതിനെ ബേസ് ചെയ്തിട്ട് വന്നതുകൊണ്ട് നമുക്കൊന്നും കൂടെ പറയാണ് കേട്ടോ. ഇതാ, ക്ഷയം, കുഷ്ഠം, കോളറ, ഡിഫ്തീരിയ, എലിപ്പനി, ടൈഫോയിഡ്, ന്യൂമോണിയ, വില്ലൻ ചുമ, ടെറ്റനസ്, ഗൊണോറിയ, സിഫിലിസ്, ബോട്ടിലിസം, സാൽമോണല്ലോസിസ്, ആന്ത്രാക്സ്. ഇതെല്ലാം എന്താണ്? ഇതിന്റെ രോഗകാരിയെല്ലാം ബാക്ടീരിയകളാണ്. എഴുതിയെടുക്കുക, പഠിക്കുക. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഒന്ന് നോക്കിക്കോളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത്, ചന്ദ്രഗ്രഹണം സംഭവിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? നോക്കൂ, സൂര്യൻ ഭൂമിക്കും ചന്ദ്രനും ഇടയിലാണ്, ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിലാണ്, ചന്ദ്രൻ ഭൂമിക്കും സൂര്യനും ഇടയിലാണ്, ഭൂമി സൂര്യനും ചന്ദ്രനും ഒരു നേർരേഖയിലായിരിക്കില്ല. നോക്കൂ, നമുക്കറിയാം, നമുക്കിത് പഠിക്കാനായിട്ട് ഒരു ചെറിയൊരു എളുപ്പവഴി അല്ലെങ്കിൽ ഒരു കുഞ്ഞ കോഡ് എന്നൊക്കെ പറയാം. EMS എന്ന് പറഞ്ഞാൽ സൂര്യൻ. നമ്മൾ പറയില്ലേ EMS സൂര്യനെ പോലെ ജ്വലിച്ച ഒരാളാണ് എന്ന് ആലോചിച്ചാൽ മതി. EMS സൂര്യൻ, അതായത് സൂര്യഗ്രഹണം.
ഇനി MES എന്ന് പറഞ്ഞാല് ചന്ദ്രഗ്രഹണം. ചന്ദ്രനോ ചന്ദ്രഗ്രഹണം എന്നോ ആലോചിക്കുക കേട്ടോ. MES ചന്ദ്രൻ. മൂൺ. ഓക്കെ, അപ്പൊ ഇതില് കിട്ടില്ലേ MES ഏതാണ്? എർത്ത് ചന്ദ്രനും സൂര്യനും ഇടയിൽ, അതായത് ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിലാണ്. ആൻസർ കിട്ടിയില്ലേ? അപ്പൊ EMS എന്നുള്ളത് എന്താ ആലോചിക്കുക? EMS സൂര്യനെ പോലെ ജ്വലിച്ച ഒരാളാണ്, അല്ലെങ്കിൽ സൂര്യൻ എന്ന് ആലോചിക്കുക. EMS സൂര്യൻ, MES ചന്ദ്രൻ. കിട്ടിയല്ലോ. അടുത്തത്, ആവർത്തിച്ചുള്ള പ്രതിഫലനങ്ങൾ മൂലമുണ്ടാകുന്ന ഒന്നിലധികം പ്രതിധ്വനികൾ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് എന്ത്? റിവേർബറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഒരു വസ്തുവിന്റെ കമ്പനം കൊണ്ട് മറ്റൊരു വസ്തുവിന് അതേ ആവൃത്തിയിൽ കമ്പനം ഉണ്ടാകുന്ന ഗുണമാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു വസ്തുവിന്റെ കമ്പനം മൂലം വേറൊരു വസ്തു കമ്പനമായിട്ടുള്ള ആ ഒരു അവസ്ഥ ഉണ്ടാവുക. ഓക്കെ, അതേ ആവൃത്തിയിൽ കമ്പനം ഉണ്ടാവുക, അതിനെയാണ് അനുനാദം എന്ന് അഥവാ റെസൊണൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശത്തിന്റെ സഞ്ചാരപാതയ്ക്ക് ഉണ്ടാകുന്ന വ്യത്യാസമാണ് എന്ത്? റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം. നോക്കൂ, രണ്ട് മീഡിയം. അപ്പൊ ഇവിടെ നിന്ന് വന്ന ഒരു പ്രകാശരശ്മി പതിക്കുകയാണ്. അപ്പൊ ഇവിടെ വെച്ചിട്ട് ഇതിന്റെ സഞ്ചാരപാതയ്ക്ക് ചെറിയൊരു വ്യതിയാനം സംഭവിക്കുന്നു. ഇങ്ങനെ നേരെ പോവാതെ ഒരു ചെറിയൊരു വ്യതിയാനം സംഭവിക്കുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? അഥവാ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ നോർമൽ, ഇത് വരയ്ക്കുന്നത് നോർമലാണ്. ഇവിടെ നേരെ പോവാതെ ചെറിയൊരു വ്യതിയാനം. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശത്തിന്റെ സഞ്ചാരപാതയ്ക്ക് ഉണ്ടാവുന്ന വ്യത്യാസം. ഇങ്ങോട്ട് പതിക്കുന്ന ഇതിന്റെ സഞ്ചാരപാതയ്ക്ക് ചെറിയൊരു വ്യത്യാസം, ഒന്നൊടിഞ്ഞതുപോലെ തോന്നുന്നു. നമുക്കറിയാം, ഒരു ബീക്കറിൽ വെള്ളം എടുക്കാം, അതിലൊരു പെൻസിലോ അല്ലെങ്കിൽ ഒരു ഈർക്കിലോ ഇടുമ്പോൾ ആ സഞ്ചാരപാത, ആ ഒരു പാത്തിന് അതൊന്ന് ഒടിഞ്ഞതുപോലെ തോന്നും. വെള്ളത്തിൽ കൂടെ നോക്കുമ്പോൾ അതൊന്ന് ഒടിഞ്ഞതുപോലെ തോന്നും. അതാണ് എന്ത്? അപവർത്തനം അഥവാ അപവർത്തനത്തിന് ഉദാഹരണമൊക്കെ പറയാറ്. ഓക്കെ, അടുത്തത് വിഭങ്കനം എന്താണ്? സൂക്ഷ്മങ്ങളായ താര്യവസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് വിഭങ്കനം അഥവാ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ നിറച്ച് കണികകളുണ്ടാവും. ഇതിന് പ്രകാശം വന്ന് പതിക്കുമ്പോൾ ഇങ്ങനെ, ഇത് അതാര്യ വസ്തു ആണെങ്കിൽ അത് പ്രകാശം കടത്തിവിടില്ല. അപ്പൊ എന്താണ്? വളഞ്ഞ് തിരിഞ്ഞ് വേറെ വഴി കൂടെ പ്രകാശം പോകുന്നു. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾ പറയാറുണ്ട്. CD-യിലുള്ള പ്രകാശവളയം വിഭങ്കനത്തിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, CD-യിൽ കാണപ്പെടുന്ന ഈ പ്രകാശവളയില്ലേ, CD-യിൽ ഇങ്ങനെ മഴവിൽ പോലെ കാണപ്പെടുന്നത്, അതെന്തിന് എക്സാമ്പിൾ ആണ്? ഈ വിഭങ്കനത്തിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ ആവാസ വ്യവസ്ഥ ഏതാണ്? പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, പരുന്ത്. തവള, പാമ്പ്, പരുന്ത്, പുൽച്ചാടി. പുൽച്ചാടി, തവള, പുല്ല്, പാമ്പ്. തവള, പാമ്പ്, പരുന്ത്, പുൽച്ചാടി. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, പരുന്ത്. എന്താ കാരണം? ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി എപ്പോഴും ഹരിത സസ്യമായിരിക്കും. പഠിക്കണം കേട്ടോ. ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി എപ്പോഴും ഹരിത സസ്യമായിരിക്കും. അവസാന കണ്ണിയായി വരുന്നത് പൊതുവെ ഏതാണ്? മാംസഭോജികളോ ആണ്. അവയ്ക്കിടയിലുള്ളവ മിശ്രഭോജികളോ മാംസഭോജികളോ ആവാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഹരിത സസ്യമായിരിക്കും. ഇവിടെ ഹരിത സസ്യമായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഒരു വാചകം പഠിച്ചു കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ എങ്ങനെയാണ് നമ്മളത് അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായോ? ഓക്കെ, ഇനി അതിന്റെ ഇടയിലുള്ളത് മിശ്രഭോജികളോ മാംസഭോജികളോ ആവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹെപ്പറ്റൈറ്റിസ് എ ഏത് തരം രോഗമാണ്? ഭക്ഷണത്തിലൂടെയുള്ള മലിനീകരണം, ജലത്തിലൂടെയുള്ള പകരുന്ന രോഗം, വായുവിലൂടെ പകരുന്ന രോഗം, എയും ബിയും. എന്താണ് ആൻസർ വരുന്നത്? എയും ബിയും ആണ് ആൻസർ വരുന്നത്. എന്താണ്? ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് വൈറസ് ആണ്. മനുഷ്യന്റെ കരളിനെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തീവ്ര പകർച്ചാരോഗമാണ് ഹെപ്പറ്റൈറ്റിസ് എ ഇനം മഞ്ഞപ്പിത്തം. മലിനമായ വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ രോഗിയുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയോ ആണ് ഇത് പകരുന്നത്. അപ്പൊ എന്തിലൂടെയൊക്കെയാണ്? മലിനമായ ജലം, ഭക്ഷണം, അല്ലെങ്കിൽ രോഗിയുമായിട്ടുള്ള അമിത സമ്പർക്കം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്തത്, ലോക പരിസ്ഥിതി ദിനമായിട്ട് ആഘോഷിക്കുന്ന ദിവസം ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം,
ജൂൺ 5 ഇതേപോലുള്ള ഡേറ്റുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, സെപ്റ്റംബർ 16 അറിയുന്നതല്ലേ, ഓസോൺ ഡേ. അങ്ങനെയുള്ള ഡേറ്റുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ അതൊന്നും സ്കിപ്പ് ചെയ്യരുത്. ഓരോ മന്തിൽ എത്തുമ്പോഴും അതൊക്കെ ആലോചിച്ച് എഴുതി വെച്ച് പഠിക്കുക തന്നെ വേണം കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ ബ്രൗൺ എനർജി ഏതാണ്? ബയോഗ്യാസ്, സൗരോർജം, ന്യൂക്ലിയർ ഊർജം, കാറ്റിൽ നിന്നുള്ള ഊർജം. ഏതാണ്? ബ്രൗൺ എനർജി എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഊർജമാണ്. അതേപോലെ തന്നെ നമ്മൾ ഇതും എന്താണ്, നമ്മുടെ ടെസ്റ്റ് സീരീസ് 1 പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒന്നും കൂടെ ഞാൻ പറയുകയാണ്, ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഗ്രീൻ എനർജി നോക്കൂ, സോളാർ സെല്ല്, ടൈഡൽ എനർജി, ഹൈഡ്രോ ഇലക്ട്രിക് പവർ എഞ്ചിൻസ്, കാറ്റാടികളെല്ലാം എന്തിലാണ് വരുന്നത്? ഗ്രീൻ എനർജിയിലാണ് വരുന്നത്. ബ്രൗൺ എനർജിയിൽ വരുന്ന അറ്റോമിക് റിയാക്ടേഴ്സ്, ഡീസൽ, തെർമൽ പവർ സ്റ്റേഷൻസ് എല്ലാം എന്തിലാണ് വരുന്നത്? ബ്രൗൺ എനർജിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ മറക്കരുത്, ഇതിൽ എന്തുണ്ട്? ന്യൂക്ലിയർ എനർജീസും ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ശബ്ദത്തിന് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നത് ഏതിലൂടെയാണ്? ആൻസർ ഖരമാണ്. നമുക്ക് SCERT ടേബിൾ കൊടുത്തിട്ടുണ്ട്. മാധ്യമം വേഗത, വായുവിലാണെങ്കിൽ 340 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി ശുദ്ധജലമാണെങ്കിൽ 1498, അലുമിനിയം 6420, ഇരുമ്പ് 5950, സ്റ്റീല് 5960. SCERT ടേബിളാണ്, പഠിക്കണം. അപ്പൊ ഇതിലെ ഏറ്റവും കൂടുതൽ വേഗത ഏതിലുള്ളത്? ഖരത്തിലാണ്. ഖരം, ദ്രാവകം, വാതകം അങ്ങനെയാണ് കേട്ടോ ശബ്ദത്തിന് സഞ്ചരിക്കാനുള്ള ആ ഒരു വേഗതയുടെ ഓർഡർ. ഖരത്തിലെ ഏറ്റവും കൂടുതൽ വേഗത, ദ്രാവകം, വാതകം. ഓക്കെ, അപ്പൊ ഇത് പഠിച്ചു വെക്കണം, വാല്യൂസ് പഠിച്ചു വെക്കണം, ചോദിക്കാറുണ്ട്. ക്ലിയർ അല്ലേ? അടുത്തത്, പ്രഥമ ശുശ്രൂഷയിൽ CPR എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കാർഡിയോവാസ്കുലർ പമ്പിംഗ് റെസ്പോൺസ്, കാർഡിയോ പൾമിനറി റിസസിയേഷൻ, കാർഡിയക് പ്രഷർ റിലീഫ് ആൻഡ് ചെസ്റ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് റിക്കവറി. എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കാർഡിയോ പൾമണറി റിസസിയേഷൻ. ഓക്കെ, അങ്ങനെയുള്ള ടേംസ് അല്ലെങ്കിൽ ഇങ്ങനെ ഫുൾ ഫോംസ് ഒക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ചോദിച്ചു കഴിഞ്ഞാൽ അത് വെറുതെ ഒരു മാർക്ക് കളയണ്ടല്ലോ. നമുക്ക് ആ ഒരു മാർക്ക് കിട്ടിയ ആ ഒരു മാർക്കിനൊക്കെ എത്രത്തോളം വിലയുണ്ട് എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം കേട്ടിട്ടൊക്കെ എഴുതിയിട്ട് 1 മാർക്കിന് 2 മാർക്കിനൊക്കെ പോയ ആൾക്കാർക്ക് അറിയാം അല്ലെ. അപ്പൊ ഇതൊന്നും വരില്ല എന്ന് വിചാരിച്ച് തള്ളി കളയരുത്. സിലബസിലുള്ള എല്ലാ കാര്യവും അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും വായിച്ചിട്ട് വേണം നിങ്ങൾ എന്തിനു കയറാൻ, എക്സാം ഹാളിലേക്ക് കയറാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏത് പ്രതിഭാസമാണ് മഴവില്ലിന്റെ രൂപീകരണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? ഡിസ്പേർഷൻ, അബ്സോർപ്ഷൻ, പെർക്കലേഷൻ, സെക്ലൂഷൻ. എന്താണ്? ഡിസ്പേർഷൻ. ഓക്കെ, നമുക്കറിയാം ഈ ധവളപ്രകാശം 7 ഘടകവർണ്ണങ്ങളായിട്ട് തിരിയുന്നു അല്ലെ. ഈ ധവളപ്രകാശം 7 ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? വിബ്ജിയോർ, ഇതില് 400 വിസിബിൾ ലൈറ്റ്സിന്റെ റേഞ്ച് വരുന്നത് 400 തൊട്ട് 700 വരെയാണ്. ഇതിൽ സാധാരണ മിഡിലെ വർണ്ണം ചോദിക്കാറുണ്ട്. ഇവിടെ ആവൃത്തി കൂടുതലുള്ളത് ഏതിനാണ്? വേവ് ലെങ്ത് കുറയും തോറും ആവൃത്തി കൂടിയ വർണ്ണമാണ് ഇവിടെ വരുന്നത്, അതായത് വയലറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ആവുമ്പോഴോ വേവ് ലെങ്ത് കൂടുകയും ആവൃത്തി കുറയുകയും ചെയ്യുന്നു. അങ്ങനെ കുറഞ്ഞ വർണ്ണം ഏതാണ്? ആവൃത്തി വേവ് ലെങ്ത് കൂടുതലും ആവൃത്തി കുറവുള്ളതുമായിട്ടുള്ള വർണ്ണം ഏതാണ്? അത് റെഡ് ആണ്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്, മറക്കരുത്. അപ്പൊ ഇതൊന്ന് എഴുതി വെച്ചേക്കാം കേട്ടോ. വേവ് ലെങ്ത് കുറയും തോറും ആവൃത്തി കൂടുന്നു, വേവ് ലെങ്ത് കൂടുന്തോറും ആവൃത്തി കുറയുന്നു. ഓക്കെ, അപ്പൊ ഘടകവർണ്ണങ്ങൾ 7 വർണ്ണങ്ങളായിട്ട്, ധവളപ്രകാശം 7 ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്നു. അതിന്റെ മിഡിലുള്ള വർണ്ണമാണ് ഏത് വരുന്നത്? ഗ്രീൻ എന്ന് പറയുന്നത്. 400 തൊട്ട് 700 നാനോമീറ്റർ വരെയാണ് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഇനി എവിടെ നിന്നാണ് പഠിക്കേണ്ടത്, ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇങ്ങനെ പഠിച്ചാൽ ശരിയാവൂ? 20ൽ 20 മാർക്ക് കിട്ടുക തന്നെ ഈ ഒരു ടെസ്റ്റ് സീരീസിൽ വേണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് എക്സാം ഹാളിൽ വളരെ കോൺഫിഡൻസോട് കൂടി ഇരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അടുത്ത ടെസ്റ്റ് സീരീസുമായിട്ട് ഞാൻ വരുന്നത് വരേക്കും ബൈ ബൈ, സീ യു, താങ്ക് യു.